ഈ കിടക്കുന്ന ട്രെയിനിലാണ് നമുക്ക് ഊട്ടിയിലോട്ട് പോവേണ്ടത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഊട്ടിയിൽ. അങ്ങനെ നമ്മൾ നേരെ ഇനി ട്രെയിനിൽ കയറാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ട്. അപ്പം ഇവിടുന്ന് ബസ്സിൽ ആണ് താഴെ കൊർണൂർ പോകണം. അപ്പോൾ കൊർണൂർ പോയിട്ടാണ് അവിടെ നിന്ന് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇനി ബസ്സിലാണ് പോണത്. ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കും. അപ്പം ബസ്സിൽ കയറി ഇനി കൊണ്ണൂറിലോട്ട് പോവുകയാണ്. നമ്മൾ മാത്രം, വേറെ ആരുമില്ല. ഞങ്ങളങ്ങനത്തെ കൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ആ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി ഇപ്പോഴും അതേപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ കിടക്കുന്ന ട്രെയിനിലാണ് നമുക്ക് ഊട്ടിയിലോട്ട് പോവേണ്ടത്. അത് ടൈം വരുന്നതെന്ന് പറഞ്ഞാൽ 7:45. നമ്മൾ ഒരു 7:10 ആയപ്പോൾ അവിടെ എത്തി. അന്ന് രാവിലെ എത്തുവാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നല്ല ടൈമും കിട്ടും. അധികം തിരക്കില്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാം. ഒരു 7:30 ആയിപ്പോയാൽ ഭയങ്കര റഷാണ്. പിന്നെ അവിടെ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഇതേപോലെ ട്രെയിനിൽ കയറാൻ വരുന്നവരാണെങ്കിൽ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒത്തിരി ടൈം കിട്ടും. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ടീ ഒന്നും കുടിക്കാത്തതുകൊണ്ട് അവിടെ വന്നിട്ടാണ് ടീയൊക്കെ കുടിച്ച് നമ്മൾ ട്രെയിനിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ അധികം തിരക്കില്ലായിരുന്നു. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ ഫുൾ സീറ്റ് അങ്ങ് നിറഞ്ഞ്. നമ്മൾ 4 സീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സീറ്റ് വിൻഡോയുടെ സൈഡിലാണ് കിട്ടിയത് നമുക്ക്. അപ്പോൾ നമുക്കിങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ട്രെയിൻ ബാക്കിലോട്ട് എടുത്ത്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പേടിച്ച്. അത് കഴിഞ്ഞിട്ട് ട്രാക്ക് മാറ്റി അവർ ഫ്രണ്ടിലോട്ടാണ് എടുത്തത്. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. ഇനി ഊട്ടി പോകണവർക്ക് എങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിനു മുമ്പ് ഞാൻ ഊട്ടി പോയപ്പോൾ ട്രെയിനിൽ കയറാൻ നോക്കിയിട്ട് സാധിച്ചില്ല. കാരണം ഞാൻ അവിടെ പോയിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ നോക്കിയത്. അപ്പോൾ ഇതിൽ കുറച്ച് ബോഗികൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ടിക്കറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് രാവിലെ പോയി നിൽക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അതെല്ലാം അന്വേഷിച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ, നോർമൽ ട്രെയിനിന് നമ്മൾ എങ്ങനെയാണോ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ IRTC സൈറ്റിൽ കയറുക. എന്നിട്ട് നമ്മൾ ട്രിപ്പ് എന്നാണോ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ഥലത്തിൻ്റെ പേര്, ഇപ്പോൾ കൊണ്ണൂർ തൊട്ട് ഉടലമണ്ഡലം വരെ നമുക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൽ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വെറും സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് എന്നാണോ പ്ലാൻ ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. കാരണം കുറച്ച് ടിക്കറ്റ് അതിൽ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്താൽ നമുക്ക് ടിക്കറ്റ് കൺഫേം ആവും. ടോയ് ട്രെയിനിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അതൊരു വേറൊരു ലെവൽ എക്സ്പീരിയൻസാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ പോകുമ്പോഴും കാറിൽ പോകുമ്പോഴും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് ഈ ട്രെയിനിൽ കിട്ടുന്നത്. ബസ്സിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ച തന്നെ, ചുരം അങ്ങനെയൊക്കെ കറങ്ങി പോകുന്ന ഒരു ഫീലാണ്. പക്ഷേ ഇതിൽ പോകുമ്പോൾ നമ്മൾ കാടിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വേറെ കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ട്രെയിൻ വളരെ പതുക്കെയാണ് യാത്ര ചെയ്യുന്നത്. 19 കിലോമീറ്ററാണ് ഉള്ളത്. അത് ഏകദേശം ഒരു 1.25 മണിക്കൂർ കൊണ്ടാണ് ഓടിയെത്തുന്നത്. പിന്നെ ഈ യാത്രയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു കാഴ്ച അത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കാരണം ഈ തണുപ്പത്ത് ഭയങ്കര ഭംഗിയാണ് ഈ ട്രെയിൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് കാണാൻ. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ആ കുന്നിൻ ചെരുവിൽ നമ്മൾ ആ കാട്ടിയെ കാണുന്നത്. അങ്ങനെ പുല്ലൊക്കെ മേഞ്ഞ് നിൽക്കുവാണ്. ഈ ട്രെയിനിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യൻസാണ്. മലയാളികളെന്ന് പറയാൻ നമ്മൾ 4 പേര് മാത്രമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ യാത്ര ഒരു 1.25 മണിക്കൂറാണ്. അതിലൊരു 5 മിനിറ്റ് പോലും നമുക്ക് ബോറടിച്ചില്ലെന്നുള്ളതാണ് സത്യം. ട്രെയിൻ പോകുന്ന വഴിയിലുള്ള ഓരോ കാഴ്ചകളും നമുക്ക് പുതുമകൾ തന്നുകൊണ്ടിരുന്നു.
രാവിലെ ട്രെയിനിലൊക്കെ കയറിയിട്ട് ഇതാ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. തണുപ്പൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, വെയിലായി. പൊടി ദോശയാണ് ഓർഡർ ചെയ്തത്. നീ ഓണിയനാ? ഓണിയൻ ദോശ. അച്ചു പിന്നെ വേറെ എന്തിനാ പറഞ്ഞല്ലോ, കലക്കിയ അച്ചു എല്ലാം കൂടെ വലിച്ചു വരി കയറ്റിയിട്ട് വയറ്